SK വ്ളോഗ്സ് സ്വാഗതം. ഇന്ന് നമ്മൾ നടക്കാൻ പോകുന്നൊരു വാഴയിലയിൽ മത്തി പൊളിക്കുന്ന ഒരു വീഡിയോ ആണ്. അത് നടക്കുന്നത് അമ്മ തന്നെയാണ്. അപ്പോൾ അടുക്കളയിലേക്ക് പോവാം. വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഞങ്ങളിന്ന് ചാള പൊള്ളിക്കാൻ പോവുകയാണ്. അത് വാഴയിലാണ്, വാഴയിലയുടെ അകത്ത് വെച്ചാണ് പൊള്ളിക്കുന്നത്. അത് വെട്ടിയാണ്. അത് കഴിഞ്ഞതിൻ്റെ ശേഷം ബാക്കി കാര്യങ്ങളൊക്കെ നമുക്ക് ചെയ്യാം. നമ്മളിന്ന് മത്തി പൊള്ളിക്കുകയാണ്. അത് 1 കിലോ മത്തി മേടിച്ച് വെട്ടി രാവിയൊക്കെ വെച്ചിരിക്കുന്നത്. അത് പൊള്ളിക്കേണ്ട സാധനങ്ങളാണ് ഈ ഇരിക്കുന്നതൊക്കെ. അത് തേങ്ങ ചിരണ്ടിയത് 1 മുറി, മുളക് പൊടി, മല്ലിപ്പൊടി, കുരുമുളക്, കാന്താരി, കൊച്ചുള്ളി, ഇഞ്ചി, തക്കാളി, വേപ്പില, വെളിച്ചെണ്ണ, ഉപ്പ് ഇതെല്ലാം ചേർത്താണ് നമ്മൾ വാഴയിലയുടെ അകത്ത് വെച്ച് പൊള്ളിക്കുന്നത്. കുരുമുളക്, മുളക് പൊടി, മല്ലിപ്പൊടി ഇത് ചായച്ച് ഇതിൻ്റെ കൂട്ടത്തിൽ ഇതുമെല്ലാം കൂടി വെച്ചാണ് ചായക്കുന്നത്. ഇത് പയ്യനൊന്ന് പൊട്ടിച്ചാൽ മതി. ഇത് നന്നായി അരക്കണം. മിക്സിയിലാണെങ്കിലും അടിച്ചെടുക്കാം. നമ്മളിപ്പോൾ കല്ലിലാണ് ചെയ്യുന്നത്. ഇത് ചെയ്തതിൻ്റെ ശേഷം തേങ്ങ ചായച്ചെടുക്കണം കല്ല്. എന്നിട്ട് വേണം പാലാക്കി എടുക്കാൻ. ഇതൊന്ന് പയ്യനെ പൊട്ടിച്ചാൽ മതി. നമ്മൾ 1 മുറി തേങ്ങ ചിരണ്ടിയത് കല്ല് ചായച്ചെടുത്ത് പിഴിഞ്ഞാണ് പാലെടുക്കുന്നത്. ഉരുളയുടെ അകത്തോട്ട് ഇച്ചിരി വെള്ളം ഒഴിച്ച് ഇച്ചിരി എണ്ണ ഒഴിച്ച് അതിൻ്റെ ശേഷമാണ് നമ്മൾ ഇല വെക്കുന്നത്. ഇല വെച്ചാണ് 2 ഇല വെച്ച് വേണം പൊള്ളിക്കാൻ. അല്ലെങ്കിൽ ഉരുളിക്ക് ഇച്ചിരി വെള്ളം പറ്റിയ എണ്ണ പറ്റിയ ചെയ്യണേ കരിഞ്ഞു പോകും. കാരണം ഉരുളിയുടെ അകത്തോട്ട് എണ്ണയും വെള്ളമൊക്കെ വെച്ച് ഇനി ഇതേ നമ്മുടെ മത്തി വെട്ടിയത് ഇതിലേക്ക് വെക്കാൻ പോവുകയാണ്.
നമ്മൾ കല്ല് ചായച്ച ഇത് അരപ്പുകളാണ്. മുളകും ഉള്ളിയെല്ലാം ചായച്ചത് ഇത് ഇതിലേക്ക് ഒഴിച്ച് ഉപ്പൂടെ ചേർത്താണ് ഇതിലേക്ക് ഒഴിച്ചത്. രണ്ടാമത്തെ പാല് പിഴിഞ്ഞതാണിത്. ഇത് മുളക് ചായച്ച കല്ലിലാണ് ഈ തേങ്ങ ചായച്ചത്, അതിൻ്റെതാണ് ഈ നിറമായിട്ട് കാണുന്നത്. ഇനി മൂടി വെക്കാം. നമുക്കിത് മൂടി വെച്ച് ഇത് ഗ്യാസ് ഓൺ ആക്കിയിട്ടുണ്ട്. ലേശം കഴിയുമ്പോൾ തക്കാളി ഇതിലേക്ക് ചേർക്കണം. നമ്മളിത് തക്കാളി ഒരു കഷ്ണം പുളിയും കൂടെ ഇതിൽ ചേർത്തിട്ട് ഇനി ഒന്ന് മറിച്ചൊക്കെ വെക്കണം. തക്കാളി പുളിയൊക്കെ ഒരു കഷ്ണം പുളി കൂടെ ചേർക്കണം. ലേശം പുളി കൂടെ ചേർത്താൽ ഇത് കറി റെഡിയാവും. ഇനി ആദ്യത്തെ പാല് ചേർത്ത് വേണം ഒന്നുകൂടെ തിളപ്പിച്ചെടുക്കാൻ. എന്നിട്ട് വേപ്പല ഒരു ലേശം വെളിച്ചെണ്ണ ഒഴിക്കണം. ആദ്യത്തെ പാല് ലേശം ഒഴിക്കുകയാണ്. ഇല വെച്ച് മൂടിയിട്ട് വേണം ഇത് പറ്റിച്ചെടുക്കാൻ. ഇല പൊക്കിയെടുത്ത് നോക്കട്ടെ. ഇതിലൂടെ ഉപ്പിടണം. ലേശം ഉപ്പ് കൂടെ ഇടണമായിരുന്നു. ഇത് കറി റെഡി ആയിട്ടുണ്ട്. നമ്മൾ ഇച്ചിരി പച്ചവേപ്പല് ഇച്ചിരി വെളിച്ചെണ്ണയും കൂടെ ഒഴിക്കുകയാണ്. കറി ഇറക്കാനായിട്ടുണ്ട്. സൂപ്പർ.